ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിസാറ്റ് പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ടോപ്പിക്ക് കൊണ്ടുവരാനുള്ള കാരണം പല ആളുകളും എന്നോട് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വർഷം എസ്പെഷ്യലി ഈ വർഷത്തെ പ്രിലിംസ് എക്സാം ഇപ്പോൾ കഴിഞ്ഞു റീസെന്റ് ജൂൺ 5-ന്. അതിനുശേഷം കാരണം മുമ്പുള്ള വർഷങ്ങൾ വ്യത്യസ്തമായിട്ട് സിസാറ്റ് ഈ വർഷങ്ങളിൽ ടഫായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, പല ആളുകളും നല്ല 100-ലേറെ ഇപ്പൊ ഓൾറെഡി GS തന്നെ ടഫാണ്, അതിൽ തന്നെ 100-ലേറെ മാർക്കുകൾ വാങ്ങിയ പല ആളുകൾക്കും സിസാറ്റ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഈ 2020, 2021, 2022 ഈ 3 വർഷങ്ങളാണ് സിസാറ്റ് ഇത്ര ടഫായിട്ട് കാണുന്നത്. മുമ്പ് വർഷങ്ങളിലൊക്കെ എന്ന് പറയുന്നത് സിസാറ്റ് വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെ തന്നെ സിസാറ്റ് നേടാൻ പറ്റിയിരുന്നു. കുറച്ച് ബേസിക് ആയിട്ടുള്ള മാത്സും റീസണിങ്ങും മെന്റൽ എബിലിറ്റിയും ഒക്കെ അറിയുന്ന ആളുകളായിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ സിസാറ്റ് ക്ലിയർ ആയി പോയിരുന്നെങ്കിൽ ഇപ്പോ വ്യക്തമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സിസാറ്റ് നേടാൻ പറ്റുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായ ലക്ഷ്യമായിട്ട് മുന്നിട്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് IAS എന്നുള്ള IPS എന്ന സ്വപ്നം വെച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും അവരുടെ ലക്ഷ്യത്തിനൊരു തടസ്സമായിട്ട് സിസാറ്റ് മാറാൻ പാടില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഒരു വർഷം മുന്നേ തന്നെ നമുക്ക് വ്യക്തമായ സ്ട്രാറ്റജിയോട് കൂടി എങ്ങനെ സിസാറ്റ് ക്ലിയർ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ വെക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു വർഷം നെക്സ്റ്റ് പ്രിലിംസിലോട്ടല്ലേ ഇനി സിസാറ്റ് പറ്റുള്ളൂ. കഴിഞ്ഞ പ്രിലിംസിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിസാറ്റിന്റെ അതുപോലെ ഫ്രീ ക്ലാസ്സുകൾ ഞാൻ ഇവിടെ ഇട്ടിരുന്നു. ഇനിയും ഈ വർഷങ്ങളിലും പല ഫ്രീ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ധാരാളം UPSC പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയുള്ള ധാരാളം ഫ്രീ ക്ലാസ് യൂട്യൂബിൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുവിധ സബ്ജക്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. 70% സബ്ജക്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ബാക്കി സബ്ജക്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അതിൽ ഇൻക്ലൂഡിംഗ് സിസാറ്റും അതിന്റെ വ്യത്യസ്തമായ പാറ്റേൺ ചേഞ്ച് ആയിട്ടുള്ള അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കഷനൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള കോച്ചിങ്ങിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സിസാറ്റ് എങ്ങനെ ഒരു വർഷത്തെ സ്ട്രാറ്റജി ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ മുതൽ എങ്ങനെ സിസാറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം, പിന്നെ നമ്മുടെ സിസാറ്റ് ക്ലാസ് ഉണ്ട് അത് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതെങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നായിട്ട് ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ UPSC-മായിട്ടും KS-മായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയലും ഫ്രീ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ എന്റെ ഫ്രീ ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ബുക്സിന്റെയും PDF-കൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, റെഗുലർ ആയിട്ട് എല്ലാ ഡൗട്ട് ക്ലിയറൻസും എല്ലാം നടക്കുന്ന ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയുള്ള വാട്സ്ആപ്പ് നമ്പറിലോട്ട് എന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഞാൻ എങ്ങനെ ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ UPSC-യുടെ ധാരാളം ഫ്രീ ക്ലാസ് ഞാൻ ഈ ചാനൽ വഴി തന്നെ ഇടുന്നുണ്ട്. UPSC എവിടെയും കോച്ചിങ് ചെയ്ത് പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് അത്തരം ഒരു വീഡിയോ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതും ഈ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ സബ്ജക്ട് വൈസ് ആയിട്ട് ഇട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനൊന്ന് പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ഹൗ ടു ക്ലിയർ സിസാറ്റ് എന്നുള്ളതാണ്. കാരണം സിസാറ്റ് ക്ലിയർ ചെയ്യാന്നുള്ളത് മുമ്പുള്ള എക്സാമുകൾ, മുമ്പുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻ വ്യത്യസ്തമായിട്ട് ഇപ്പൊ കുറച്ച് ടഫായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ക്വസ്റ്റ്യൻസ് ടഫായിട്ട് എടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ ഒന്നെങ്കിൽ എക്സാം എഴുതിയ ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമതായിട്ട് എക്സാം എഴുതാത്ത ആളുകൾ, ഈ വർഷം എക്സാം എഴുതാത്ത ആളുകളാണെങ്കിൽ അവർ ഇന്ന് തന്നെ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, സിസാറ്റ് പേപ്പർ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ടഫ്നെസ് എത്രത്തോളം മനസ്സിലാവും. അടുത്ത വർഷം സിമ്പിൾ ആവും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ടഫ് ആവും എന്നുള്ള പ്രതീക്ഷ തന്നെ പഠിക്കുക, അത് ഏറ്റവും നല്ലത്. കാരണം കഴിഞ്ഞ വർഷം ടഫായപ്പോ നമ്മൾ ഈ വർഷം അത്ര ടഫ് ആവില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിൽ നല്ലത് ടഫ് ആവുന്നുള്ള പ്രതീക്ഷയിൽ പഠിക്കുക. അപ്പൊ ആ പ്രതീക്ഷയിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി സിമ്പിൾ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് സിസാറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഞാൻ മുന്നോട്ട് നിങ്ങൾക്ക് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1 year സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. മുമ്പൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് 4 മാസം സിസാറ്റ് പഠിക്കാൻ മതി എന്നുള്ളതായിരുന്നു ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഞാൻ തന്നെ പറഞ്ഞതായിരുന്നു അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സിസാറ്റ് പ്രത്യേകിച്ച് പ്രിപ്പറേഷന് ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ഞാൻ മുന്നോട്ട് വെച്ചൊരു കാര്യം. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ സിസാറ്റ് പേപ്പർ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കുക. അതിലൊരു 80 മാർക്കൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി, 1-2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി, അതിലൊരു 80 മാർക്ക് 80+ മാർക്കൊക്കെ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നായിരുന്നു മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഒരു 3 മാസം 4 മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ എന്ത് ചെയ്യുക, സിസാറ്റിന് വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പറയുന്നത് ഒരു 1 year സ്ട്രാറ്റജിയാണ്. നമ്മളിപ്പോ 1 year GS പഠിക്കുന്ന 1 year ആണല്ലോ. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 1 year സ്ട്രാറ്റജി കൊണ്ടുപോകും. കാരണം അതിന് പറയാനുള്ള കാരണമുണ്ട്.
മുമ്പ് വളരെ ബേസിക് ആയിട്ടുള്ള മാത്സ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ബേസിക് മാത്സ് വിട്ടുകൊണ്ട് കുറച്ച് ടഫ് മാത്സ് ഒക്കെ ചോദിക്കുന്നതായി കാണാൻ പറ്റും. റീസണിങ്, മെന്റൽ എബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല ചോദിക്കുന്നത്, കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള, കുറച്ചുകൂടി പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പം മറ്റുള്ള SSCക്കോ തുടങ്ങിയ എക്സാമിനൊക്കെ ചോദിക്കുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് എക്സാമിന് ചോദിക്കുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് 1 ഇയർ സ്ട്രാറ്റജി ആണ്. 1 ഇയർ സ്ട്രാറ്റജി എന്ന് ഇപ്പൊ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, സിസാറ്റിന് വേണ്ടി വ്യക്തമായ സമയം കൊടുക്കുക. ഡെയിലി 6 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മണിക്കൂർ സിസാറ്റിന് വേണ്ടി നിങ്ങൾ കൊടുത്താൽ മതി. ഇപ്പൊ അല്ലെങ്കിൽ വീക്കിലി 7 ദിവസം പഠിക്കുന്ന ആളാണെങ്കിൽ ഒരു 2 ദിവസം സിസാറ്റിന് വേണ്ടി കൊടുക്കാം. ഓക്കെ, അത് എങ്ങനെയാണ് 1 ഇയർ ചെയ്യാന്നുള്ളത് നമ്മളുടെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട് 1 ഇയറിൽ, അത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിലും എന്ത് ചെയ്യാം, ഒരു 1 ഇയർ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് സിസാറ്റ് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി സേഫ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ സിസാറ്റിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, 1 ഇയർ സിസാറ്റ് ക്ലാസ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിലേക്ക് താല്പര്യം ആൾക്ക് എന്ത് ചെയ്യുക, ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഫീസ് വരുന്നത് 8,000 ആണ് ഇതിന് ഫീസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് 4,999 എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു കോഡ് മുന്നോട്ട് വെച്ചാൽ മതി എന്നുള്ളതാണ്. MP10 എന്നുള്ള കോഡ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അത്ര മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓഫറിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ 1 ഇയർ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സിസാറ്റ് 1 ഇയർ കൊണ്ട് ഏകദേശം ഒരു 8 മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് കഴിയും. പിന്നെ നമ്മൾ 4 മാസം റിവിഷനും കൂടിയായിരിക്കും. ആ രീതിയിൽ വീക്കിലി ക്ലാസ് വരുന്ന രീതിയാണ് ഇപ്പം അതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ വീക്കിലി ക്ലാസ് വെക്കാൻ കാരണം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് സിസാറ്റ് നമ്മളുടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് സിസാറ്റ് പഠിക്കുന്ന ആളുകളുണ്ട്, സെൽഫായിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ മറ്റുള്ള GS പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യാണ് സിസാറ്റ് നന്നായിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ബേസിക് ലെവൽ മുതൽ ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് സിസാറ്റിന്റെ ക്ലാസ് നടക്കുന്നത്. അപ്പം അത് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഓഫർ ആണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്ക് മാത്രമുള്ള ഓഫർ ആണെന്ന് അറിഞ്ഞിരിക്കുക. അതിൽ ഏകദേശം ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഇവരുടെ നമ്പറുമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. അപ്പൊ ന്യൂസ് പേപ്പർ റീഡിംഗ് ഞാൻ പറയാൻ കാരണം, ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും GS സബ്ജക്ട് എന്ത് ചെയ്യാണ് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ന്യൂസ് പേപ്പർ റീഡിംഗ് വേണം. രണ്ടാമതൊരു ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വരുന്നതുകൊണ്ട് തന്നെ മുമ്പുള്ളത് പോലെ ഇപ്പൊ ഒരു കോംപ്രഹെൻഷൻ തന്ന് അതിന് 2 or 3 ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രീതി ആയിരുന്നെങ്കിൽ ഇപ്പൊ ധാരാളം കോംപ്രഹെൻഷൻ പാരഗ്രാഫുകൾ തന്ന് അതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രീതിയാണ് വരുന്നത്. അത് തന്നെ വളരെ ഈസി അല്ല, കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പെട്ടെന്ന് തന്നെ കോംപ്രഹെൻഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ആ ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ട്, അപ്പൊ ഇംഗ്ലീഷ് വളരെ ക്ലിയർ ആയി കിട്ടണമെങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് അതിന്റെ സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം കുറച്ചൊക്കെ ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇംഗ്ലീഷും പാരഗ്രാഫുകൾ നിന്നുകൊണ്ട് പഠിക്കും. പക്ഷെ എങ്കിൽ കൂടിയും വളരെ ഈസി ആയിട്ടുള്ളത് നിങ്ങൾക്ക് മറ്റുള്ള രീതിയിലും ഗുണം ചെയ്യും. ന്യൂസ് പേപ്പർ റീഡിംഗ് മറ്റുള്ള അനലിറ്റിക്കൽ ലെവൽ വർദ്ധിക്കാനും അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ കോംപ്രഹെൻഷനും കൂടി ഹെൽപ്പ് ആക്കുന്നതായിരിക്കും ന്യൂസ് പേപ്പർ റീഡിംഗ്. അത് ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് വായിക്കുക, ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുക. അപ്പൊ തുടക്കത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ റെഗുലർ ആയിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 30 ദിവസമൊക്കെ അല്ലെങ്കിൽ 1 or 2 മാസം റെഗുലർ ആയിട്ട് വായിക്കുന്ന ആൾക്ക് ഹിന്ദു റീഡിംഗ് പെട്ടെന്ന് ഈസി ആയിട്ട് മാറും. ഒരു പാരഗ്രാഫ് വായിക്കുന്നതോട് കൂടി തന്നെ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് പെട്ടെന്നായിട്ട് ഐഡിയ കിട്ടും. ആ ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഈസി ആക്കാൻ വേണ്ടത്. അതും അതിന്റെ കൂടെ നമ്മൾ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ചില കോംപ്രഹെൻഷൻ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന നല്ല ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഭാഗമായിട്ട് പറഞ്ഞു. അതും കൂടി ചെയ്യുന്നതോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇംഗ്ലീഷ് എന്നുള്ള ഒരു പാർട്ട് ഏകദേശം ഒരു 30% ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു ഭാഗം നിന്നായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യാൻ പറ്റും. വലിയ അധികം നെഗറ്റീവ്സ് വരാതെ കവർ ചെയ്യാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ന്യൂസ് പേപ്പർ റീഡിംഗ് മറ്റുള്ള ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ റീഡിംഗ് എന്ത് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് ബേസിക്കും വേണം പ്ലസ് അഡ്വാൻസ്ഡ് മാത്സും കൂടി ചെയ്യണം. ആൻഡ് റീസണിങ് എന്ത് ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അത് നിങ്ങൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. MCQ ചെയ്ത് എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് അതിന് വേണ്ടി ചെയ്യുക. ഒന്ന് ബേസിക് ആയിട്ടുള്ള മാത്സ് ചെയ്യാന്ന് പറയുന്നത് ചില മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. അപ്പൊ ടൈമിൻ്റെത്, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ എന്താ ടൈം ആൻഡ് വർക്ക്, ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് മാത്സ് വരുന്നത്. അതുപോലെ തന്നെ സ്പീഡ്, പിന്നെ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്ന ബേസിക് ഇൻട്രസ്റ്റ് വരുന്ന കാര്യങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ അതുപോലെ തന്നെ പെർസെൻറ്റേജ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ മെയിൻ ആയിട്ട് എപ്പോഴും UPSC ചോദിക്കുന്ന ആ ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് ഞാനിത് വേണമെങ്കിൽ എന്ത് ചെയ്തൊരു ഒരു ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. ആ ബുക്കിൽ പറയുന്ന ടോപ്പിക്കുകൾ അതിൽ ടോപ്പിക് വൈസ് ആയിട്ട് പറയുന്നുണ്ട്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചെടുക്കാം.
അപ്പൊ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിലേറെ ഒരു കോച്ചിങ് ചേർന്നുകൊണ്ട് പഠിക്കുമ്പോൾ അത് നല്ലതായിരിക്കും. കാരണം എന്താ പറയുന്നത്, അതിന്റെ ഭാഗമായിട്ട് ഓരോരോ ഏരിയാസ് നമ്മളിപ്പോ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഏരിയ എന്നാണെങ്കിൽ നമ്മൾ അത് എടുത്തുന്നത് ഒരു 2, 3, 4 ദിവസം നമ്മൾ അതായിരിക്കും ഡിസ്കസ് ചെയ്യുക. അതിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള മീഡിയം ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യും. പ്ലസ് അതിന്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യും, ഞാൻ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആയിട്ട് അതിന്റെ ട്രിക്സുകളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, കുറച്ച് അഡ്വാൻസ്ഡ് മാത്സും കൂടി മനസ്സിലാക്കി. കാരണം ഈ വർഷങ്ങളൊക്കെ എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് മാത്സിനും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഭയങ്കര അഡ്വാൻസ് ലെവലല്ല, ഒരു SSC ഒക്കെ ചോദിക്കുന്ന ലെവലിലൊക്കെ എന്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും കൂടി നോക്കിക്കുക. ഭയങ്കര അഡ്വാൻസ്ഡിലേക്ക് പോകണമെന്ന് ഞാൻ പറയില്ല, കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ റീസണിങ്ങും മെന്റൽ ലെവലിൽ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം MCQ ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യാം. അത് റീസണിങ്ങിന്റെ ഓരോരോ ഏരിയാസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് എടുത്താൽ മതി. ബ്ലഡ് റിലേഷൻ ആവട്ടെ, അതുപോലെ തന്നെ എന്താണ് അതിൽ വരുന്ന ലൊക്കേഷൻ വരുന്ന ഐറ്റംസ് ആവട്ടെ, ഡിസ്റ്റൻസ് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സില്ലോജിസം, അങ്ങനെ തുടങ്ങിയുള്ള ഓരോരോ ഏരിയാസ് എന്ത് ചെയ്യുക, നിങ്ങൾ ടൈം എടുത്തുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക. അതിൽ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ മിനിമം എന്ത് ചെയ്യുക, ഇപ്പൊ മുതലേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 മുതൽ 100 ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യാൻ പറ്റും, മിനിമം ചെയ്യാൻ പറ്റും. അപ്പൊ 50-100 ക്വസ്റ്റ്യൻസ് വരെ ഓരോ ടോപ്പിക്കൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വലിയൊരു ടഫായിട്ട് മാറാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നന്നായിട്ട് കാര്യം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. അപ്പൊ കാരണം UPSC ഇപ്പൊ 2013 മുതൽ 2022 വരെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. അങ്ങനെയാണെങ്കിൽ UPSC ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, ആ എന്ത് മാറ്റാണ് 2020 മുതൽ കാണാൻ പറ്റുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 20, 21, 22 വരുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ പാറ്റേണിന്റെ ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക, മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഓരോ ഏരിയാസ് നിങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോരോ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എടുത്തുകൊണ്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മോഡൽ ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്കിപ്പം കുറെ നിങ്ങൾ ചെയ്തെന്ന് മാത്രമല്ല, അതിന്റെ കൂടെ നിങ്ങൾ ഫുൾ ടെസ്റ്റുകൾ മോഡലും മാക്സിമം ചെയ്ത് നോക്കണം. സിസാറ്റിന്റെ ഫുൾ ടെസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ 2 മണിക്കൂർ ഇരുന്നു കൊണ്ട് ആ വീക്കിലി ഒന്നെങ്കിലും, റെഗുലർ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും, വീക്കിലി ഒരു ടെസ്റ്റെങ്കിലും ഫുൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് പറ്റും, എത്രത്തോളം നിങ്ങളിപ്പോ ഫസ്റ്റ് ഫുൾ ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ വീക്ക് നിങ്ങൾ തുടങ്ങി, ഇപ്പൊ ജൂലൈ മാസം, ഈ മാസം തുടങ്ങി, അല്ലെങ്കിൽ ജൂൺ മാസം നിങ്ങൾ തുടങ്ങി, ജൂൺ മാസത്തിൽ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 10 മാർക്കാണ്. അടുത്ത വീക്കിലേക്ക് അത് 12 മാർക്കായി, അടുത്ത വീക്കിൽ 15 മാർക്കായി, അടുത്ത വീക്കിൽ 20 മാർക്കായി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പഠനം പ്രോഗ്രസ്സിലേക്കാണ് കറക്റ്റ് പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതേ സമയത്ത് ഒരാൾ ഫസ്റ്റ് വീക്കിൽ അയാൾക്ക് എന്ത് ചെയ്തു, 40 മാർക്ക് കിട്ടി, അടുത്ത വീക്കിൽ 35 മാർക്ക്, അടുത്ത വീക്കിൽ 30 മാർക്ക്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്റെ പഠനം മാർക്ക് പോകുന്നത് പിന്നോട്ടാണ്. അപ്പൊ ഞാൻ എന്താണ് പ്രശ്നം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊക്കെ. അപ്പൊ ഫുൾ ടെസ്റ്റ് എന്ത് ചെയ്യുക, ഒരു വീക്കിലി മോഡൽ ടെസ്റ്റ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞതിന് കൂടെ തന്നെ ചെയ്യണം. അത് കൂടാതെ ഒരു ഫുൾ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ വീക്കിലി ഒന്ന് അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരു ടെസ്റ്റിംഗ് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് സേഫ് ആയിട്ട് വളരെ മാക്സിമം സിസാറ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് ആളുകൾ ഇങ്ങനെ ചെയ്യണം, നിർബന്ധമില്ല കേട്ടോ. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, സിസാറ്റ് ക്ലാസ് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും പ്രിഫർ ചെയ്യാറുണ്ട്. കാരണം ഒരു നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടി വരാനും ചിലപ്പോൾ ചില ഏരിയാസ് വിട്ടു പോകാനും അത് ക്വസ്റ്റ്യൻസ് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് പകരം ഒരു സിസാറ്റ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് അവിടെ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റും. ഒന്ന് ഡൗട്ട് ക്ലിയറൻസിന് എന്ത് ചെയ്യും, ആ ഒരു ഏത് ക്ലാസ് എടുക്കുന്ന ആരാണ് അവരുടെ ഹെൽപ്പ് എപ്പോഴും ഉണ്ടാവും. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. MCQs ചെയ്യാൻ പറ്റും, മോഡൽ ടെസ്റ്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗുണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിസാറ്റ് ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ 1 ഇയർ സിസാറ്റ് ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ഉടനെ ബന്ധപ്പെട്ടാൽ മതി. ഇത്രയും 6 കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സിസാറ്റ് കവർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ മുതലേ ശ്രദ്ധിക്കേണ്ട ഒരു 1 ഇയർ സ്ട്രാറ്റജി മറ്റും മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ UPSC KS പഠനം നടത്തുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറഞ്ഞ ഫീസിൽ നമ്മുടെ ഒരു PCM ക്ലാസ് നടക്കുന്നുണ്ട്, പ്രിലിംസ് കം മെയിൻസ് ക്ലാസ്. സൂമിലൂടെയാണ് ക്ലാസ് നടക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സബ്ജക്ട് കവർ ചെയ്യുന്ന പ്രോഗ്രാം ആണ്. നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ ഇപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഏകദേശം 30,000 വരുന്ന പ്രോഗ്രാം ആണ്. അത് നിങ്ങൾക്ക് 10,000 എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം കുറഞ്ഞ ലിമിറ്റഡ് നമ്പേഴ്സ് ആളുകൾക്ക് മാത്രമുള്ള ഒരു 50 മെമ്പർ ആൾക്ക് മാത്രമുള്ള ഒരു ബാച്ച് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം 40-ലധികം ആളുകൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ PCM ബാച്ച് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സിസാറ്റ് UPSC ഒക്കെ പഠിക്കുന്ന സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഒരു ഇൻഡിവിജ്വൽ മെന്റർ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്.
കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ 1-to-1 മെന്ററിങ്ങിലൂടെയും അല്ലാതെയും നിങ്ങൾ റെഗുലർ ആയിട്ട് മോണിറ്ററിങ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങളുടെ കംപ്ലീറ്റ് പഠനം. ഓപ്ഷണൽ സ്റ്റഡീസ്, സിസാറ്റ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, NCERT തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിത്ത് MCQs ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ് ചെയ്തുകൊണ്ടും നിങ്ങളെ മോണിറ്ററിംഗ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും ഇവിടെയുള്ള നമ്പറുമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ നേരിട്ടാണ് കുറച്ച് ആൾക്ക് എന്ത് ചെയ്യുന്നത് മെന്റർഷിപ്പ് കൊടുക്കുന്നത്. പിന്നെ KSന്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ സിസാറ്റ് ടഫ് ആയിട്ടുള്ള ആളുകൾ ഞാൻ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് 1 ഇയർ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പം മുതൽ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ ലക്ഷ്യം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വൈൻഡ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും